ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സച്ചിയും അർച്ചനയും ബഹളം വെക്കുന്നത് കേട്ട് വീട്ടിലുള്ള എല്ലാവരും ഇപ്പോൾ അവരടുത്ത് വന്നിരിക്കുകയാണ്. ഇത് കണ്ട് സന്ധ്യ പറയുന്നുണ്ട്, എൻ്റെ അർച്ചന നീ ഒന്ന് മിണ്ടാതിരിക്കുക, എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് പരിഹാരമുണ്ടാക്കാമെന്ന്. എന്നിട്ട് നന്ദൻ സച്ചിയോട് പറയുന്നു, എന്താ സച്ചി ഇതെന്ന്. സച്ചി ഉടനെ തന്നെ അവിടെ ഇരിക്കുന്ന അർച്ചന എഴുതിയ ആ ആത്മഹത്യക്കുറിപ്പെടുത്ത് നന്ദനെ കാണിച്ചു കൊടുക്കുകയാണ്. നന്ദേട്ടാ, ഇത് കണ്ടോ, അവളുടെ ആത്മഹത്യക്കുറിപ്പാണ്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. എന്നോടൊപ്പം ജീവിച്ച് ഇവൾക്ക് മടുത്തെങ്കിൽ ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് സച്ചി ആ ലെറ്റർ എടുത്ത് വലിച്ചെറിയുന്നു. ഞാൻ പറയുന്നത് നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ നിൻ്റെ പാടിന് പോയിക്കോ. ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചോളാം, മേലിൽ എൻ്റെ ജീവിതത്തിലേക്ക് കയറി വരരുത്. സച്ചി പറയുന്നത് കേട്ട് അർച്ചന ഒരു ഞെട്ടലോടെയും സങ്കടത്തോടെയും സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട്. സച്ചി എന്നിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അവർക്കിടയിലെ പ്രശ്നം എന്താണെന്നോ എന്താണ് സംഭവിക്കുന്നതെന്നോ മറ്റുള്ളവർക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാവരും പുറത്തു നിൽക്കുമ്പോൾ റൂമിൻ്റെ വാതിലടയ്ക്കുകയാണ് അർച്ചന. എന്നിട്ട് അകത്ത് നിന്ന് കരയുന്നുണ്ട് അർച്ചന. അർച്ചന എന്ന പുറത്ത് നിന്ന് എന്ന് എല്ലാവരും പുറത്തു നിന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ അർച്ചന അകത്ത് നിന്ന് പൊട്ടിക്കരയുകയാണ്. ഈ സമയം ബാൽക്കണിയിൽ പോയി നിൽക്കുകയാണ് സച്ചി. രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞിരിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇവർക്കിടയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ലച്ചുവാണ്. ലച്ചുവിന് പെട്ടെന്ന് പോകേണ്ടി വന്നതിനാൽ സത്യങ്ങളൊന്നും തന്നെ പറയാനും കഴിഞ്ഞിട്ടില്ല. സച്ചി ഇനി എങ്ങനെയാണ് അർച്ചനയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്നും അറിയില്ല. അതിനു മുമ്പേ തന്നെ അർച്ചന കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അവർക്കിടയിലുണ്ടായിരുന്ന ആ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ച് നിൽക്കുകയാണ് രണ്ടുപേരും. പെട്ടെന്ന് കുഞ്ഞ് കരയുന്നത് കണ്ട് അർച്ചന കുഞ്ഞിനെ തൊട്ടിലാട്ടി ഉറക്കാൻ നോക്കുകയാണ്. സച്ചിയും കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു. അങ്ങനെ സച്ചിയും റൂമിൻ്റെ അടുത്തേക്ക് വരികയാണ്. വാതിൽ അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വാതിലിൽ മുട്ടി വിളിക്കാൻ സച്ചിക്കൊരു മടിയുണ്ട്. എന്നാലും വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് സച്ചി. എന്നാൽ സച്ചി അർച്ചന വാതിൽ തുറക്ക് എന്ന് പറഞ്ഞ് വാതിൽ മുട്ടി വിളിക്കുന്നുണ്ട്. എന്നാൽ അർച്ചനയാകട്ടെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയാണ്. ശേഷം ഇപ്പോൾ അവന്തികയെ കാണിക്കുന്നു. അവന്തികയെ ഇപ്പോഴും കെട്ടിയിട്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ബോധം വരുമ്പോൾ മയക്കി കിടത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അവന്തികയുടെ കയ്യിലെയും കാലിലെയും കെട്ടൊക്കെ അഴിച്ചു മാറ്റിയിരിക്കുകയാണ്. അവന്തിക പതിയെ കണ്ണു തുറന്നു. എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും താഴോട്ട് വീണ് പോവുകയാണ് അവന്തിക. ഒരുവിധം അവന്തിക എഴുന്നേറ്റ് നിൽക്കുന്നു. ആ സമയത്താണ് മൂർത്തിയും ആ വേലക്കാരിയുമൊക്കെ അവന്തികയുടെ അടുത്തേക്ക് എത്തുന്നത്. അനിരുദ്ധനും അവിടേക്ക് വരുന്നുണ്ട്. ഇത് കണ്ട് അവന്തിക പറയുന്നുണ്ട്, ഒരുത്തിനെ ഞാൻ വെറുതെ വിടില്ല. അമ്മാവാ, നിങ്ങൾ ഇത്രയും ദുഷ്ടനാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് അവന്തിക പറയുമ്പോൾ അനിരുദ്ധൻ പറയുന്നുണ്ട്, അമ്മാവൻ ദുഷ്ടനല്ല മോളെ, പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് വേറെ വഴിയില്ലാതായി പോയില്ലേ. ഇത് കേട്ട് അവന്തികയ്ക്ക് ദേഷ്യം സഹിക്കാൻ കഴിയാതെ അനിരുദ്ധൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുന്നു. കൊല്ലും, എല്ലാത്തിനെയും ഞാൻ കൊല്ലും എന്നൊക്കെ ദേഷ്യത്തോടെ അവന്തിക പറയുന്നു. ഇത് കണ്ട് മൂർത്തിയും ജോലിക്കാരിയും അവന്തികയെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുന്നു. തന്നെ ഞാൻ വിശ്വസിച്ച് പോയടോ, താൻ ഇനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് അവന്തിക അവിടെ കിടന്ന് ബഹളം വയ്ക്കുകയാണ്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അവന്തികയുടെ ബോധം പോകുന്നു. പാവം, ബോധം വീണ്ടും പോയല്ലോ, അവളെ എടുത്ത കട്ടിലിൽ കിടത്ത് എന്ന് അനിരുദ്ധൻ പറയുമ്പോൾ മൂർത്തിയും ജോലിക്കാരിയും കൂടി അവന്തികയെ പിടിച്ച് കട്ടിലിലേക്ക് കിടത്തുന്നു. അപ്പോൾ സംഗതി ഏറ്റിട്ടുണ്ടല്ലേ എന്നൊക്കെ അനിരുദ്ധൻ പറയുന്നു. അടുത്ത ഡോസ് ഇപ്പോൾ കൊടുക്കണോ എന്ന് ജോലിക്കാരി ചോദിക്കുമ്പോൾ അനിരുദ്ധൻ പറയുന്നുണ്ട്, ഇപ്പോൾ കൊടുക്കണ്ട, അവൾ ചത്തുപോകും. കുറച്ച് കാര്യങ്ങൾ കൂടി ഇവളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുണ്ട്. അതുവരെ ഇവൾ ജീവനോടെ വേണം. ഇവൾ ഇനി ഉണർന്നാൽ കുഴപ്പമാണ് എന്ന് മൂർത്തി പറയുമ്പോൾ അനിരുദ്ധൻ പറയുന്നുണ്ട്, അവൾ ഉറങ്ങട്ടെ, ഉണരുമ്പോൾ അടുത്ത ഡോസ് കൊടുക്കാമെന്ന്. എന്നാൽ ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുകയാണ് അവന്തിക. ഇവളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാനുള്ള ഡോക്യുമെൻസും കൊണ്ട് പോറ്റി സാറിനോട് ഉടൻ വരാൻ പറയണം എന്ന് അനിരുദ്ധൻ പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട്, ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അവന്തികയെ അന്വേഷിച്ച് വരുന്നവരോട് നമ്മൾ എന്ത് പറയും? അതൊക്കെ നമുക്ക് ഡീൽ ചെയ്യാം. നാളെ കമ്പനിയിൽ അവന്തികയ്ക്ക് പകരം ഞാൻ ചാർജ് എടുക്കും. എല്ലാവരോടും അവൾ യൂറോപ്യൻ ട്രിപ്പിന് പോയി എന്ന് പറയാം. 1 മാസം അങ്ങനെ തള്ളി നീക്കാം. ഇത് കേട്ട് മൂർത്തി ചോദിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തു ചെയ്യുമെന്ന്. അപ്പോൾ അനിരുദ്ധൻ പറയുന്നുണ്ട്, നോ പ്രോബ്ലം, ഡോക്യുമെൻറ്റ്സ് ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇവളെ നമുക്കങ്ങ് തീർത്ത് കളഞ്ഞേക്കാം. ഇത് കേട്ട് അവന്തിക ഞെട്ടി.
യൂറോപ്പിൽ വെച്ച് ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുവെന്ന് നമുക്ക് എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാം. ഇവൾ ഇവിടെ ഉണ്ടെന്നുള്ളത് പുറത്തുള്ള ഒരു മനുഷ്യർക്കും തോന്നരുത്. ഇവളെ വിശ്വസിക്കാൻ കഴിയില്ല. ബോധം കെട്ടു പോയതുപോലൊക്കെ ഇവൾ അഭിനയിക്കും. ഇത് കേട്ട് അവന്തിക പെട്ടെന്ന് കണ്ണടയ്ക്കുന്നു. അനിരുദ്ധൻ പെട്ടെന്ന് തന്നെ അവന്തികയുടെ അടുത്ത് വന്നിട്ട് നോക്കിയിട്ട് പറയുന്നു, ഏയ് ഇവൾ നല്ല ഉറക്കത്തിലാണ്. എപ്പോൾ ഉണർന്നാലും അപ്പോൾ തന്നെ അടുത്ത ഡോസ് കൊടുത്തേക്കണം എന്ന് മൂർത്തിയോട് പറയുന്നു. ഇത്രയും പറഞ്ഞ് അവർ 3 പേരും അവിടെ നിന്ന് പോകുന്നു. അവ പോയ സമയത്ത് അവന്തിക ഇപ്പോൾ കണ്ണ് തുറക്കുകയാണ്. ഇപ്പോഴാണ് അവന്തികയ്ക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ ഇവരെന്നെ കൊല്ലുമെന്ന് അവന്തികയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.